ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനേ എന്തെന്നറിയോ, കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയാൻ വന്നേട്ടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അത് ലാൽബാഗിൻ്റെ ഫ്ലവർ ഷോയുടെ ആ വീഡിയോ ഞാൻ ഇട്ടത് മാറിപ്പോയി കേട്ടോ. ഫ്ലവർ ഷോ ഇടാൻ മീൻസ് അതിൻ്റെ ഫ്ലവർ ഷോ ഇട്ട് വോയിസ് ഓവർ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അത് വീഡിയോ പെട്ടെന്ന് ഇട്ട സമയത്ത് ഞാൻ വേറെ ഒരാളോട് പറഞ്ഞ് വീഡിയോ ഇടാൻ, അവർ ആ വീഡിയോ ഇത് കാറ്റത്ത് ഇതാകുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇട്ടപ്പോൾ മാറിപ്പോയി, കാരണം എനിക്ക് കുറച്ച് തിരക്കായിരുന്നേ, അങ്ങനെ മാറിപ്പോയി കേട്ടോ, സോറി. അപ്പോൾ എന്താ പറയുക, എനിക്കതിനകത്ത് കുറേ വോയിസ് ഓവറൊക്കെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, നിങ്ങളെ എനിക്ക് അങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവിടുത്തെ ഔട്ട്ഫിറ്റ് മീൻസ് ഔട്ട് സൈഡിലെല്ലാം വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇൻസൈഡ് വന്നത്. രാവിലെ അറൗണ്ട് 11 ഞാൻ പോയതാണ് ലാൽബാഗിൽ. 11 പോയിട്ട് അറൗണ്ട് 7 അപ്പോഴാണ് വീട്ടിൽ വന്നത്. കാരണം എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു 4-5 ഡേയ്സ് വേണം അവിടുത്തെ ഒരു വീഡിയോ എടുത്ത്. 4-5 ഡേയ്സ് ഒന്നും പോരാ. ഇതിപ്പോൾ ഫ്ലവർ ഷോയുടെ മാത്രമാണല്ലോ ഞാൻ അന്ന് എടുത്തത്. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം എൻട്രി ചെല്ലുമ്പോഴേ കാണും ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങൾ ആ ക്യൂ കണ്ടില്ലേ, ഭയങ്കര റഷ് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഡോക്ടർ അംബേദ്കർ നിൽക്കുന്നതാണ്. അംബേദ്കറിൻ്റെ കയ്യിലുള്ള ബുക്ക് എന്താണെന്ന് അറിയാലോ, നമ്മുടെ അത് ആ സ്റ്റാച്യൂലിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർട്ടിക്കിൾസാണ് അതുള്ളത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന റൂൾസുകൾ എഴുതിയിരിക്കുന്നതാണ് അതിനകത്ത് കാണിച്ച ആ ബുക്കാണ് ഉള്ളത്. അത് കഴിഞ്ഞാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ്, നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സെൻറ്ററിൽ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ ആ ബുക്കും പിടിച്ച് ആ ടെസ്റ്റ് പിടിച്ച് ഇങ്ങനെ നിൽക്കും, നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അല്ലേ, ഭയങ്കര വിഷ്വലായിരുന്നു കേട്ടോ. എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല, അതവിടെ വന്ന് കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നു, കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടൂലേ, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തോടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഫുൾ അത് അറൗണ്ട് 32 ലാഖോ 34, എനിക്ക് ശരിക്കും അത്രയ്ക്കും ഡിഫറൻസ് ഫ്ലവേഴ്സിലാണ് മീൻസ് അവിടെ ചെയ്തിരിക്കുന്ന, അവിടെ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന ഫുള്ള്. പിന്നെ ഔട്ട്ഡോർ ഇപ്പോൾ വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അതും എത്രയോ എനിക്കറിയില്ല, ടോട്ടലാണോ 34-32 എനിക്കറിയില്ല. ബട്ട് ഇൻസൈഡ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ അത്രയായിട്ടാണ് കാണുന്നത്. അപ്പം ഇപ്പുറത്തേലും എല്ലാം ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് പ്ലാന്റ് ഇങ്ങനെ ത്രികോണാകൃതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ്. നമുക്കവിടുന്ന് കണ്ടാൽ മതിയല്ലോ, നമ്മളെല്ലാവരും ഇങ്ങനെ പുഷ് ചെയ്യുവാണേ, ഇങ്ങനെ പോയി ഇങ്ങോട്ട്. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഞാൻ ആ സ്വെറ്റിങ് ആയി ഒന്ന് മുഖം തുടയ്ക്കാൻ പോലും സമയമില്ല. കാരണം ഓരോരുത്തർ വന്നിട്ട് അങ്ങോട്ട് മാറും, എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര ബഹളം. അപ്പം നമുക്കവിടുന്ന് പോരാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ബുദ്ധൻ്റെ സ്റ്റാച്യു ആണ് അല്ലേ, ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാം. അത് നവയാന ബുദ്ധ, നമ്മുടെ ഡോക്ടർ അംബേദ്കറാണ് നമ്മുടെ ഇന്ത്യയിൽ അത് ഫസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്, കൊണ്ടുവന്നത്. നവയാന ബുദ്ധ 1956 ആണെന്ന്, 50 ആണോ 1950 ആണെന്ന് തോന്നുന്നു. ഒക്ടോബർ 14, 1956 നവയാന ബുദ്ധമതം സ്ഥാപിതമായത്. ഓക്കെ, ഫസ്റ്റ് ബുദ്ധമതം കൊണ്ടുവന്ന് നമ്മുടെ ഡോക്ടർ അംബേദ്കറാണ്. ഒരു ബുദ്ധിസ്റ്റമാണല്ലോ. ആ ബുദ്ധമതത്തിൽ മെയിനായിട്ടുള്ളത് കർമ്മമാണ്. കർമ്മ, ദെൻ മെഡിറ്റേഷൻ, പിന്നെ റീബർത്ത്, ലൈഫ്, അതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട് കേട്ടോ. അത്ര എനിക്കറിയുള്ളൂ ബുദ്ധനെക്കുറിച്ച്. ഞാനിത് പെട്ടെന്ന് പഠിച്ചിട്ടൊന്നും ചെയ്തില്ല. എനിക്ക് അവിടെ കണ്ടത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പഠിച്ച ഹിസ്റ്ററിയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഹിസ്റ്ററി ഒന്നും നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ ഓർക്കുള്ളൂ. എന്തെങ്കിലും ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക് ഡേ വരുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുള്ളൂ. എല്ലാം നിങ്ങൾ ആരും ഓർക്കുന്നുണ്ടോ പറയും? സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ടെറസിന് വിളിക്കുന്ന ഇടയ്ക്ക് കാറ്റ് വരുന്നുണ്ട്. അപ്പം അന്നാണ് സ്ഥാപിതമായത് ബുദ്ധി. ഓക്കെ, എൻ്റെ മൊബൈൽ ഷേക്ക് ആകുന്നുണ്ട് കാറ്റ് കൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ബുദ്ധൻ്റെ സ്റ്റാച്യു കാണാൻ വെരി ബ്യൂട്ടിഫുൾ ആണ്. താഴെല്ലാം ഫുള്ള് പിന്നെ ഫ്ലവേഴ്സും വാട്ടറും ഒക്കെയാണ്. നമുക്കവിടെ മൂവ് ചെയ്യാനേ പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്കും വൈറ്റ് കളറായിട്ട്, നല്ല എന്താ പറയുക, ഡയമണ്ടിൻ്റെ കളർ, വൈറ്റ്, നല്ല സൂപ്പർ ഷൈനിങ് ആണ് കാണാൻ ബുദ്ധൻ്റെ. അതെന്ന് വെച്ചാൽ ഡോക്ടർ അംബേദ്കർ എന്ത് ചെയ്തു അതാണ് അന്ന് അവിടെ ഫ്ലവർ ഷോയിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഇത് സ്റ്റാച്യു എല്ലാം പിടിച്ചിട്ട് ഇരിക്കുന്നത് ചുറ്റും ഫ്ലവേഴ്സാണ്. എല്ലാം ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ആണല്ലോ. അതിൻ്റെ കുറേ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോഴാണ് നമുക്ക് കുറേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം. ഞാനിപ്പോൾ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കത് വീഡിയോ ഒന്നുകൂടെ നിങ്ങൾക്ക് എടുത്ത് കാണുന്നവർക്ക് കാണാം കേട്ടോ. അപ്പം ഇപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും കുറേ ഓൾഡ് ഫ്രൂട്ട്സുകളുടെ ഒരു സ്റ്റാച്യു ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതൊക്കെ ഓരോ മെഡിസിനാണ്. അതെന്താണെന്നൊന്നും അറിയാം, നമുക്ക് അവിടെ ചോദിക്കാനൊന്നും പറ്റില്ല, കാരണം എല്ലാം തിരക്കാണ്. അതുകൊണ്ട് അവരിങ്ങനെ റീഡ് ചെയ്യുന്നുള്ളത് എന്താണെന്ന്. പക്ഷേ പഴയ കാലത്തെ മെഡിസിന്, പിന്നെ 2 ലീവ്സ് ഇലകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ
ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ ബ്ലൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ കൈ ഉയർത്തി ഇന്ത്യ മീൻസ് ഫ്ലാഗൊക്കെ ഇങ്ങനെ ഫ്ലാഗ് താഴെ ഉണ്ടല്ലോ പിടിച്ച് നിൽക്കുന്നത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കിത് പറഞ്ഞു തരാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമേ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ചെല്ലുമ്പം എവിടെ നമ്മൾ അവിടെയെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ വീഡിയോ മീൻസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഡാലിയ ഇല്ല, ഡാലിയ പിന്നെ സൂര്യകാന്തി ഫ്ലവേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ആകുന്നതാണ് ഈ സൂര്യകാന്തി, ഡാലിയ, അങ്ങനെയൊക്കെ. അതിന് കുറേ ഫാമിലീസ് ഉണ്ട്. അതിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. അത് എത്ര ലാക്സ് ആണ് എനിക്കറിയില്ല കേട്ടോ. ടോട്ടലാണോ അവരതിനകത്ത് കാണിച്ചിരിക്കുന്നത് എനിക്ക് ശരിക്കും അറിയില്ല. ഒരു അപ്രസൻറ്റ് അറിയാവുന്നവരാരെങ്കിലും ബാംഗ്ലൂരുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്ന് നോക്കിയിട്ട്. അതിനുശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഏത് ഫ്ലവർ ഉണ്ടല്ലോ ആ ഫ്ലവറിൻ്റെ എൻഡിൽ നമ്മുടെ ഡോക്ടർ അംബേദ്കർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് സെൻട്രലായിട്ട് കാണുന്നതാണ് ഡോക്ടർ അംബേദ്കർ സ്ഥാപിച്ച ബുദ്ധമതത്തിൻ്റെയും ഒക്കെ. എനിക്ക് തോന്നുന്നത് ബുദ്ധമതത്തിൻ്റെ അപ്പം നമ്മൾ 78th ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അതെന്ന് വെച്ചാൽ 1947 ഓഗസ്റ്റ് 15 ആണ് നമുക്ക് ബ്രിട്ടീഷിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സെപ്പറേറ്റ് ആയത് അല്ലേ, പാകിസ്ഥാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പാകിസ്ഥാൻസിൻ്റെ ഇൻഡിപെൻഡൻസ് മീൻസ് 14th ആണെന്ന് തോന്നുന്നു. 14 നമ്മൾ ഓഗസ്റ്റ് മീൻസ് 15 അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ബ്രിട്ടീഷിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആയത് അല്ലേ. അത് പിന്നെ 1956 നമ്മൾ ഡോക്ടർ അംബേദ്കർ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് ഇത് മീൻസ് എഴുതിയതും ഇതൊക്കെ വന്നതൊക്കെ അന്നാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇതായി തന്നിരിക്കുന്നത് അല്ലേ, റിപ്പബ്ലിക് ഡേ അന്ന്. അപ്പോൾ ഇനി എന്നാ പറയാനുള്ളത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിൽ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഈ യൂട്യൂബ് കാണുന്നവർക്ക് ഇഷ്ടം പോലെ ഹിസ്റ്ററി അറിയാനൊരു ഒത്തിരി നോളജ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണെങ്കിൽ നമുക്കിനിയും ആരെങ്കിലൊക്കെ ഒന്നും കൂടി ഇതേക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒന്ന് പഠിക്കണമെന്ന് അവർക്ക് സമയമില്ലല്ലോ, തിരക്കല്ലേ, അതുകൊണ്ട്. ഇനിയിപ്പോൾ മറന്നുപോയതൊക്കെ നമുക്ക് ഓർക്കാമല്ലോ. പിന്നെ ഇനി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഒക്ടോബറിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഈ പ്രാവശ്യം ലാസ്റ്റ് ഇയർ ആണോ ലാസ്റ്റ് ഇയർ അല്ല, നമ്മുടെ പുനിത്ത് രാജ്കുമാറിൻ്റെ സ്റ്റാച്യു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഫേവറേറ്റ് ഹീറോ ആയിരുന്നു പുനിത്ത് രാജ്കുമാർ. പക്ഷേ പുനിത്ത് രാജ്കുമാറിൻ്റെ ഈ ദിവസം അന്ന് ഇൻഡിപെൻഡൻസ് ഡേ ദിവസമാണ് സ്റ്റാച്യു വെച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതെനിക്ക് കാണാൻ പറ്റില്ല ഈ പ്രാവശ്യമെങ്കിൽ. കാരണം ഞാൻ കണ്ടിട്ട് 2-3 വർഷമായി കേട്ടോ. ഞാനും പോയില്ല, അടുത്തൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര റഷാണ്. ഞാൻ പോയി ഒന്നെന്നറിയോ, 15th എല്ലാവരും പോയി, മീൻസ് ഓൾമോസ്റ്റ് 15th പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പോയത് 18th ഞാൻ പോയത്. 18th ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ എല്ലാം കാണാൻ പറ്റി. ഇപ്പോഴൊക്കെ അതിന് മുമ്പ് പോയ ഫ്രണ്ട്സൊന്നും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതും പുഷി എല്ലാവരും ആൾക്കാരും അങ്ങോട്ട് കൂടെ അങ്ങ് പോയി ഒരു ഫോട്ടോ എടുക്കാൻ. ഞാൻ തന്നെ പോയെന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടില്ലേ അത്ര റഷ്. പക്ഷേ അന്ന് കുറച്ച് ഫ്രീ ആയിരുന്നു. കാരണം സെക്കൻഡ് ഡേ 19th ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും 18th വന്നു. പിന്നെ 19th ഒക്കെ വരുമ്പോഴത്തേക്കാണെന്ന് അറിയാമോ കുറച്ച് ഫ്ലവറൊക്കെ ഇതാകും. പക്ഷേ അവർ വെള്ളം ഇങ്ങനെ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ, മുകളിൽ ഇരുന്നിട്ട് സ്പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഒറിജിനൽ അതുപോലെ തന്നെ ഉണ്ട്. ഫ്ലവറൊക്കെ കാണാൻ അയ്യോ ഓരോ ഫ്ലവറൊക്കെ കാണും. ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പോയി പിടിക്കാൻ തോന്നും കേട്ടോ നമുക്ക്. എനിക്ക് ഏറ്റവും കൂടുതൽ ഡോക്ടർ അംബേദ്കർ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അശോചകരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഹാപ്പിനെസ് നിങ്ങളെ ഞാൻ അറിയിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്നും കൂടെ കാണുക. അത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാം ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്നതല്ല, അതെല്ലാം ഇതേക്കുറിച്ചാണ്. പഞ്ചാബിലെ ഡാമിനെ കുറിച്ച്, ഡാം വന്നതും അതൊക്കെ ഞാൻ ഇപ്പം ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പഞ്ചാബ് ഡാമൊക്കെ എനിക്ക് അടിച്ചിട്ട് എനിക്ക് ഗൂഗിളിൽ കിട്ടിയില്ല. അറിയാവുന്നവരൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം, എൻ്റെ പിന്നെ മെസ്സേജ് ഒന്ന് ചെയ്യണം കേട്ടോ, എനിക്കറിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് പിന്നെ ഡാമും കണ്ടു, അശോകചക്രം ഒക്കെ കണ്ടു. ഇത്രയൊക്കെ അന്നത്തെ കാലത്ത് 1950s കാര്യം പറയാൻ മറന്നു. ഏതെന്നറിയോ, അത് ഡോക്ടർ അംബേദ്കറിൻ്റെ സ്റ്റാച്യു ഇരിക്കുന്നത് 32 feet ഹൈറ്റാണ് കേട്ടോ. അപ്പോൾ സൈഡിലും എത്രയോ മീൻസ് ഇഞ്ചസ് ഉണ്ട് അതിനകത്ത് പറയുന്നുണ്ട് അത്രയ്ക്ക്. അപ്പം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറാണ് ഡോക്ടർ അംബേദ്കർ. ഓക്കെ, അപ്പോൾ ആ സ്റ്റാച്യു കാണാൻ വെരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ഗോൾഡൻ കളറിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ അത്? കാരണം എനിക്ക് ഫ്രണ്ടിൽ നിന്ന് അടുത്ത് എടുക്കാൻ നമ്മളിപ്പോഴത്തെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പോയി ഇപ്പോഴത്തേക്ക് റൈറ്റ് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നമ്മളവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള വ്യൂസ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പറയാനായിരുന്നു. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഹൈറ്റും അതൊക്കെ പറയാൻ ഞങ്ങൾ മറന്നു പോയായിരുന്നേ.
അപ്പോഴേ ഇനി ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മളപ്പുറത്തേക്ക് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ചെന്ന് കഴിയുമ്പം സോറി, റിസർവ് ബാങ്കിൻ്റെ സിമ്പിൾ നിങ്ങളെ കാണിച്ചില്ലല്ലോ, അതവിടെ മെയിനായിട്ട് നിൽക്കുന്നത് കണ്ടോ. മീൻസ് ഒരു ടെമ്പിളില്ലേ, അത് പഴയ രാമ ടെമ്പിളാണ് കേട്ടോ. അത് നമ്മൾ ബിഫോർ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് ഡേക്ക് മുമ്പുള്ളതാണ്. അത് ഞാനിപ്പോൾ ലാസ്റ്റ് പറയാം കേട്ടോ അതെന്താന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇപ്പം നിൽക്കുന്നത് കണ്ടോ, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ സിമ്പിൾ കണ്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ ചെന്ന് കഴിയുമ്പോഴാണ് ലാസ്റ്റാണ് മെയിനായിട്ട് വരുന്നതാണ്. പിന്നെ 2 സ്റ്റാച്ചു ഇരിക്കുന്നത് കണ്ടോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ അംബേദ്കറിൻ്റെ വൈഫും ഉണ്ട് അവിടെ. പിന്നെ 2 സ്റ്റാച്ചു ഇരിക്കുന്നത് പറഞ്ഞാൽ അതൊരു ഫ്രീഡം ഫൈറ്ററാണ്, നമ്മുടെ കർണാടകത്തിലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു മിലിറ്ററി ആയിരുന്നു തോന്നുന്നു, മിലിറ്ററിന്ന് എന്തോ നമുക്ക് വേണ്ടി എന്തോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്തോ ഫ്രീഡം ഫൈറ്റർ, അന്നത്തെ ഫൈറ്ററാണ് കേട്ടോ. എന്നാ പേര് ചങ്കോലി എന്ന സംതിങ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നവരൊന്നും എന്നോട് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോട് ചെല്ലുമ്പോഴാണ് എന്താണ് മെയിനായിട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളത് എൻ്റെ വീഡിയോ എടുത്തിട്ട് നോക്കുവാണെങ്കിൽ കാണാം, നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുതിയതിൻ്റെ ബുക്കിൻ്റെ ഒരു കോപ്പിയാണ് അവരിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒറിജിനൽ കോപ്പി ആയിട്ടാണ് അത് അത് ആ ഫ്രണ്ട് പേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഒറിജിനൽ കോപ്പിയൊന്നും നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അത് പിന്നെ ഇപ്പുറത്തോട്ട് കാണുന്ന അതിൻ്റെ കോപ്പികളാണ് ഇരിക്കുന്നത് ഫുള്ള്. എത്ര ഒരു 10-15 ബുക്സുകളുണ്ട് അവിടെ കേട്ടോ. അതൊക്കെ നമുക്ക് കാണുന്നത് ഭയങ്കര ഭാഗ്യമല്ലേ, അല്ലേ, ഭയങ്കര ലക്കിയല്ലേ നമ്മളതൊക്കെ കാണുന്നത്. അത് നിങ്ങളെ എനിക്ക് കാണിക്കുന്നത് ഭയങ്കരമല്ലേ, നമുക്കതൊക്കെ കാണാൻ പറ്റുമോ? നമ്മളിങ്ങനെ പഠിക്കുന്നൊക്കെയല്ലേ ഉള്ളൂ. ഒറിജിനൽ കോപ്പി ആണെങ്കിലും ഒറിജിനൽ കോപ്പി കിട്ടില്ലെങ്കിലും അതിൻ്റെ തന്നെ കോപ്പിയല്ലേ അവിടെ ഇരിക്കുന്നത്. അത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, നമുക്ക് ശരിക്കും അത് വായിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തോടെ അത് നിങ്ങൾ കണ്ടല്ലോ, അതിന് ഭയങ്കര സന്തോഷമായി. ഞാൻ കാണിച്ചത്, നിങ്ങൾ വീഡിയോ എടുത്ത് കാണട്ടോ, മറക്കല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യ ഭൂപടം, ഇന്ത്യയുടെ മാപ്പ് ഇരിക്കുന്നത്. അതിനകത്ത് ഫ്ലാഗിൻ്റെ കളറിൽ പൂ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ അശോകചക്രം ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്ത് ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര വിഷ്വലായിരുന്നു കേട്ടോ. അത് വിഷ്വൽ എന്ന് പറഞ്ഞായിരിക്കാൻ പറ്റിയല്ല. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ ഡോക്ടർ അംബേദ്കറൊക്കെ നമുക്ക് വേണ്ടി എന്തൊരു കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ലേ നമുക്ക് ഈ ലെവലിൽ നമുക്ക് വന്നതല്ലേ. അപ്പോൾ റിപ്പബ്ലിക് ഡേ വന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് കംപ്ലീറ്റ് ആയത് അന്നല്ലേ. അപ്പം അതേക്കുറിച്ച് പറയണം. അതിൻ്റെ ഇടയിൽ ഞാനത് പറയാനും മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ് അകത്ത് വന്നതെന്നറിയോ, അവിടെ ഭയങ്കര സൗണ്ട്, പിന്നെ കാറ്റിൻ്റെ സൗണ്ടൊക്കെയാണ്, നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നുകൊണ്ട് ഞാൻ അകത്ത് വന്നു കേട്ടോ. അത് അവിടെ ഒരു ടെമ്പിൾ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചാൽ 1782 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ഒരു രാമ ടെമ്പിളാണത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ഡോക്ടർ അംബേദ്കറുമായിട്ട് കണക്ഷൻ എന്ന് ചോദിച്ചാൽ 1930 ഡോക്ടർ അംബേദ്കർ വന്ന സത്യാഗ്രഹം അവിടെ ഇരുന്ന്, കാരണം ലോ കാസ്റ്റ് പീപ്പിളിനെ അത് മീൻസ് നമ്മുടെ ആ ടെമ്പിളിലേക്ക് മീൻസ് അലൗഡ് ചെയ്യണമെന്ന് പറഞ്ഞാണ് സത്യാഗ്രഹം ചെയ്തത്. അപ്പോൾ അതിൻ്റെയാണ് മീൻസ് ആ സ്റ്റാച്യു മീൻസ് ആ ടെമ്പിളിൻ്റെ ഫോട്ടോയും അവിടെ ഉള്ളത്. അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രാമ ടെമ്പിളായിരുന്നു കേട്ടോ. അത് രാമ ടെമ്പിളായിരുന്നത്. അപ്പോൾ അതിൻ്റെയാണ് അത്. ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ലോ, അത് മെയിനായിട്ട് ഫ്ലവർ ഷോയിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഫ്ലവർ ഷോയിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നോടും വരെ, റിപ്പബ്ലിക് ഡേയുടെ ബിഫോർ വരെ നമുക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് അവിടെ ആ ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാം പഠിക്കാൻ വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് പഠിച്ചതാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ആ ടെമ്പിളാണ് അത് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ കണ്ട വിഷ്വൽ നിങ്ങളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഞാൻ അവിടെ ചെറുതായിട്ട് അവിടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് എൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് കണ്ട ആ സന്തോഷം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അവിടെ കണ്ട വിഷ്വൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒന്നും വലിയ ഹിസ്റ്ററി ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ആ ഹിസ്റ്ററി അല്ല അവിടെ ആ ബോർഡിൽ കാണുന്നത് മാത്രമാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ. ബൈ, ടേക്ക് കെയർ.